ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം തന്നെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഒരു ചെറിയുള്ളി കുറച്ച് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, 4 പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു തക്കാളി. ഇനി പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ആദ്യം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂണ് മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ 2-2.5 സ്പൂണ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂട്ടിൽ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ആ പച്ച വാസന മാറി കിട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി തിളപ്പിക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, അതിലേക്ക് 2 ചെറിയ ഉള്ളി, കുറച്ച് ജീരകം എന്നിവ ചേർത്ത് നന്നായൊന്ന് അരച്ചെടുക്കാം. മീനിപ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് പതുക്കെ ഇളക്കി നന്നായൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് എടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്.